പാനൂരിൽ നടന്ന പാർട്ടിയുടെ ഒരു പൊതുയോഗത്തിൽ സഖാവ് എം വി ജയരാജൻ പറഞ്ഞ കാര്യങ്ങളെ മിസ്കോട്ട് ചെയ്തിട്ടാണ് ഒരുവിധപ്പെട്ട എല്ലാ ചാനലുകളിലും ചർച്ച നടക്കുന്നത്, അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതെന്ന് ആദ്യം തന്നെ പറയട്ടെ. കാരണം എം വി ജയരാജൻ അവിടെ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇടതുപക്ഷത്തിന് ഈ ഇലക്ഷനിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള തിരിച്ചടി, അല്ലെങ്കിൽ രാജ്യത്ത് മൊത്തം ബി ജെ പിക്ക് എതിരെയുള്ളൊരു വികാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും കേരളത്തിലുണ്ടായുള്ള തിരിച്ചടിയുടെ പല കാരണങ്ങൾ എണ്ണി പറഞ്ഞിട്ട് അവസാനം വന്നിട്ട് മാതൃഭൂമി അടക്കമുള്ള വലതുപക്ഷം എന്ന് CPM വിളിക്കുന്ന മാധ്യമങ്ങളുടെ കള്ളപ്രചരണങ്ങൾ, അതിനെ എതിർത്തിരുന്ന സോഷ്യൽ മീഡിയയിലുള്ള ഇടത് പ്രസൻസ്, പക്ഷേ അതിൻ്റെ അകത്ത് ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള വലിയൊരു ഇഷ്യൂ, ആ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് സഖാവ് എം വി ജയരാജൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പേരിലും വർണ്ണത്തിലും ചിത്രത്തിലുമൊക്കെ തീവ്ര ഇടതുപക്ഷ സ്വഭാവമുണ്ടെന്ന് തോന്നുന്ന പല പേജുകളും, ചെങ്കോട്ട, ചെമ്പട, പോരാളി ഷാജി എന്നൊക്കെ പറഞ്ഞ പേരുകളിൽ വരുന്ന പല പേജുകളും പർച്ചേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ വരെ ഇടതുപക്ഷത്തിന് വേണ്ടി തീവ്രമായ നിലപാടെടുത്തിരുന്ന പല പേജുകളും പെട്ടെന്ന്, ഉദാഹരണത്തിന് എം വി ജയരാജൻ പറയുന്നത്, ശൈലജ ടീച്ചർക്കെതിരെ ഒരു സാധനം എഴുതുമ്പം നമ്മൾ അനുഭാവികളും പാർട്ടി മെമ്പർമാർ പോലും കൺഫ്യൂഷനിലായി പോകുന്നു. ഈ കാര്യത്തിൽ ജാഗ്രത ഉണ്ടാവണം എന്ന് തന്നെയാണ് കൃത്യമായിട്ട് എം വി ജയരാജൻ ആ പൊതുയോഗത്തിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ പോരാളി ഷാജി എന്നുള്ള ഒരു പേജ്, അത് ഒരു പേജാണോ എന്ന് എനിക്കറിയില്ല, വ്യാസൻ എന്നുള്ളതിനെ പറ്റി പറയുന്നത് പോലെ, അതായത് ഞാൻ നോക്കിയിട്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു 50 പേജുകളെങ്കിലും ഉണ്ട് പോരാളി ഷാജി. ഇതിൽ ഏതാണ് ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒറിജിനൽ എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള പേജ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു പേജിന് നമുക്ക് ഒറിജിനൽ എന്ന് പറയാൻ പറ്റുമോ? എം വി ജയരാജനും ആ പ്രശ്നം ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഇടതുപക്ഷ അനുഭാവി നടത്തുന്ന പേജ് ഉണ്ടെങ്കിൽ അയാൾ മുൻപോട്ട് വന്നിട്ട് ഞാനാണ് ഇതിന്റെ അഡ്മിൻ, എന്റെ പേജിൽ ഇടതുപക്ഷ വിരുദ്ധ സാഹിത്യം ഇല്ല എന്ന് പ്രഖ്യാപിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെ അകത്തുള്ള വലിയ പ്രശ്നമാണ്. ഇപ്പൊ പ്രേംകുമാർ എന്ന് പറഞ്ഞിട്ട് വേറൊരാൾ നാളെ അഭിലാഷ ചീത്ത പറഞ്ഞാൽ എനിക്ക് വന്നിട്ട് പറയാം വീഡിയോയിൽ, എന്റെ പേജ് ഇതാണ്, ഇത് വേറെ ആരാണ് എനിക്ക് അറിയില്ല എന്നുള്ളത്. ഒന്നുകിൽ അനോണി അല്ലെങ്കിൽ ഫേക്ക് ആണിത്. അതുകൊണ്ട് തന്നെ ഇത് ഏതാണെന്ന് അറിയില്ല, അതൊരു വലിയ പ്രശ്നമാണ്. അതും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പോരാളി ഷാജി എന്ന് പറഞ്ഞ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള പേജിനെ പറ്റി CPM അതിന്റെ നിലപാട് നേരത്തെ തന്നെ പറഞ്ഞിട്ടില്ല. DYFIയും A റഹീമും SK സജീഷും ഒക്കെ അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം പലപ്പോഴും അവർ ആ പേജിലൂടെ വരുന്ന കണ്ടന്റ് പാർട്ടി ഓൺ ചെയ്യുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പുതുതായിട്ട് എന്തെങ്കിലും കാര്യം ഇതിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ അഭിലാഷ് പറഞ്ഞ ഉദാഹരണങ്ങൾ, 2024 ഇപ്പം നടന്ന ഇലക്ഷനിൽ മോഡി ക്യാമ്പിന് അവർ ഫേസ് ചെയ്തിട്ടുള്ള ത്രെട്ട്, സത്യമായിട്ടും പർച്ചേസ് ചെയ്യപ്പെട്ട മീഡിയയും ഇൻഡിവിജ്വൽസിൻ്റെ സോഷ്യൽ മീഡിയയും തമ്മിൽ നടന്ന ഒരു സമരത്തിൽ സോഷ്യൽ മീഡിയയ്ക്കോ ഇൻഡിവിജ്വൽസിനോ കിട്ടിയിട്ടുള്ള ഒരു അപ്പർ ഹാൻഡ് കൂടിയാണ്. ധ്രുവ് റാട്ടിയുടെ വീഡിയോ എങ്ങനെയാണ് ആയിരക്കണക്കിന് പർച്ചേസ് ചെയ്യപ്പെട്ട ചാനലുകളുടെ മുകളിൽ കടന്നു എന്നുള്ളതിന് ഉദാഹരണമാണ്. ഇതിനോട് സമാനമാണ് 2021 കേരളത്തിൽ നടന്ന ഇലക്ഷനിൽ ഇടതുപക്ഷം പിന്നെയും അധികാരത്തിൽ വന്നത്. അന്ന് ആ ഇലക്ഷൻ്റെ ഒരു വർഷം മുമ്പ് സ്വർണ്ണക്കള്ളക്കടത്തോട്ട് 100,000 അഴിമതികളിലൂടെ കേരളത്തിലുള്ള സകല ചാനലുകളും എങ്ങനെയാണ് ഇടതുപക്ഷത്തിനെതിരെ കള്ളപ്രചരണം നടത്തിയതെന്നും, അത് കള്ളപ്രചരണമായിരുന്നു എന്ന് നിങ്ങളുടെയൊക്കെ അഭിലാഷിൻ്റെയൊക്കെ സീനിയറായുള്ള റിപ്പോർട്ടർമാർ വരെ പിന്നെ പൊതുയോഗങ്ങളിലും സംസാരിച്ചിട്ടുണ്ട്. ED ഓഫീസിൽ നിന്ന് കിട്ടിയ ചിട്ട് വെച്ചാണ് ഞങ്ങൾ സംസാരിച്ചതെന്നുള്ളത്. അതിനെ പ്രതിരോധിക്കുന്നതിൽ കേരളത്തിലെ ഇടത് സൈബർ വിങ്, നിങ്ങൾ കടന്നലുകൾ എന്ന് വിളിച്ചാലും സൈബർ കമ്മികൾ എന്ന് വിളിച്ചാലും ന്യായീകരണ തൊഴിലാളികൾ എന്തൊക്കെ അധിക്ഷേപ വാക്കുകൾ പറഞ്ഞാലും വഹിച്ച പങ്ക് ചരിത്രപരമാണ്. അതിനെ പലപ്പോഴായിട്ട് പാർട്ടിയും മുഖ്യമന്ത്രിയും എം സ്വരാജും എം വി ജയരാജനും ഒക്കെ അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടത് വർക്ക് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ, ഈ സോഷ്യൽ മീഡിയയിലെ ക്യാമ്പയിൻ കൊണ്ട് മാത്രം ഒരു ഇലക്ടറേറ്റിന്റെ തോട്ട്സിനെ കംപ്ലീറ്റ് മാറ്റാൻ പറ്റില്ല. ഇത് ഡിഫറെന്റ് ആയ ഒരു കോണ്ടെക്സ്റ്റ് ആണ്. ലോക്സഭയിലേക്ക് നടക്കുന്ന ഇലക്ഷനിലാണ് അതിൽ CPM ആണോ വേണ്ടത് കോൺഗ്രസ് ആണോ വേണ്ടതെന്ന് ചോദ്യത്തിന് മുന്നിൽ കേരളത്തിലെ ആളുകൾ കോൺഗ്രസ് എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പഴി പോരാളി ഷാജിക്കെന്നോ സൈബർ മീഡിയയുടെ പരാജയമെന്നോ ഒന്നും ഒരിടത്തും CPMന്റെ ഔദ്യോഗികമായിട്ട് ആരും പറഞ്ഞിട്ടില്ല. അല്ല, അങ്ങനെ പറയാനും പറ്റില്ല. കാരണം 100,000 വിഷയങ്ങളുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പിന്റെ ദിശയെ നിർണ്ണയിച്ചത് സോഷ്യൽ മീഡിയയാണ് എന്ന് പറയുന്നതിൽ കഥയുമില്ല. അങ്ങനെ പറഞ്ഞു എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അഭിലാഷ് അടക്കമുള്ള മാധ്യമപ്രവർത്തകർക്ക് വല്ലാത്തൊരു താല്പര്യമുണ്ട്. ഞാനൊരു ക്ലാസ് എന്ന രീതിയിൽ പറയാം. ഞാൻ എവിടെ അങ്ങനെ ശ്രമിച്ചു? അല്ല, നിങ്ങൾ അതിന്റെ ഒരു പാർട്ടിസിപ്പന്റ് ആയിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ, പേഴ്സണലായിട്ട് അല്ല പറയുന്നത്. പേഴ്സണലായിട്ടല്ല, ഇനി മാതൃഭൂമി എന്നുള്ള മാധ്യമത്തെ എടുത്ത് പറഞ്ഞോളൂ. എങ്ങനെ എന്താന്ന് വെച്ചാൽ പലപ്പോഴായിരുന്നു നിങ്ങൾ കൃത്യമായ അവധാനതയില്ലാതെ റിസർച്ച് നടത്താതെ കിട്ടിയ പാടെ വാർത്ത കൊടുക്കുകയും അത് പൊളിച്ചെടുക്കുകയും പിന്നെ ഒരു പക്ഷേ ഒരു പരിധി കടന്ന് നിങ്ങൾ ചെയ്യുന്നത് സോഷ്യൽ മീഡിയ. ഞാൻ വാർത്തയെ കുറിച്ചല്ല പറഞ്ഞത്. ഇപ്പോ ഈ പറഞ്ഞ, അതായത് സോഷ്യൽ മീഡിയ പോരാളി ഷാജി കൊണ്ടാണ് CPM തോറ്റത് എന്ന് ഞാനവിടെ പറഞ്ഞു എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, നിങ്ങൾ പറഞ്ഞു എന്നല്ല, മൊത്തം മീഡിയ അത് സെലിബ്രേറ്റ്, നിങ്ങളല്ല മറ്റ് ചാനലുകളിലെ പലരും അലറി വിളിച്ച് ആഘോഷിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. എം വി ജയരാജന് അഭിവാദ്യം പറയുന്നതൊക്കെ ഇപ്പോഴെങ്കിലും നിങ്ങൾ അങ്ങനെ തള്ളി പറഞ്ഞിട്ടൊന്നുമില്ല. കൃത്യമായ ഒരു ഫാക്ട് പറയുകയാണ് ചെയ്തത്. അത് വസ്തുതയാണ്, സത്യമാണ്.